ഇനി നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. കണ്ണൂരിൽ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം. ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം. സ്ഫോടനത്തിൽ തകർന്ന വീട്ടിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണപുരം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പടക്ക നിർമ്മാണത്തിനിടെയാണ് ഈ ഒരു സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ ആരായിരുന്നു, എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല. 2 പേരാണ് എന്നുള്ള വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാർക്കൊന്നും അറിയാനും കഴിഞ്ഞിരുന്നില്ല അവർ ആരാണ് എന്നുള്ളത്. ഇപ്പോൾ പോലീസിന്റെ പരിശോധനകൾ എത്രത്തോളമായി, എന്താണ് ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ഒരു മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അയാളുടെ മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വീട് പൂർണ്ണമായും തകർന്നു. ഓട് മേഞ്ഞ വീടാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വീണ് അതിനടിയിൽ നിന്നാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങളാണ്. നിലവിൽ അത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീട്ടിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ മാറ്റി രണ്ടാമത്തെ ആൾ അതിനടിയിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന്, ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം പടക്ക നിർമ്മാണം ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള അനുമതിയോ ലൈസൻസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതുകൂടിയാണ്. എന്തായാലും ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത്. ഈ വീട് പൂർണ്ണമായും തകർന്നതിന് പുറമെ സമീപത്ത് ഉള്ള നിരവധി വീടുകളുള്ള സ്ഥലമാണ്. വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു, ജനൽ ചില്ലുകൾ തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ തിരച്ചിലടക്കം അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ആൾ അതിനടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അല്ല, അത് നമുക്കത് വ്യക്തമാണെങ്കിൽ, കൂടുതലായിട്ട് വ്യക്തമാണെങ്കിൽ ഇത് മാറ്റി നോക്കണം, നീക്കിയാലേ മനസ്സിലാവും. ഇപ്പോൾ നീക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് അത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഫോടനം നടന്ന പ്രദേശം എന്ന നിലയിൽ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി നോക്കി സ്ഫോടനത്തിൻ്റെ സാധ്യത കൂടി മനസ്സിലാക്കി മാത്രമേ അത് നീക്കൽ പ്രവർത്തനം നടക്കൂ. അപ്പോൾ വളരെ കെയർ ചെയ്തുകൊണ്ടാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ശ്രമകരമാണ് ഈ സ്ഫോടനം നടന്ന പ്രദേശത്തെ വീടുകളും അവശിഷ്ടങ്ങളും നീക്കുക എന്ന് പറയുന്നത്. വളരെ ശ്രമകരവും. വസ്തുക്കൾ ഇപ്പോഴും ഉണ്ടോ, കാണാനുണ്ടോ? സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ആരാണ് എന്നെ സംബന്ധിച്ച വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ? ഇല്ല. ആരാണെന്നതിനെ കുറിച്ച് പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ആരാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഏതായാലും കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയാണ് നടന്നു വരുന്നത്.